പുല്ലും പച്ചമഞ്ഞളും തേങ്ങാപ്പാലും കുറച്ച് വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് ഒരു എണ്ണ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ഒരു പോത്തുണ്ട് കേട്ടോ, അത് വലുതായിട്ടുണ്ട്. പോത്ത് സ്ഥിരം ഉണ്ടാവും ഇവിടെ. വെറുതെ രാത്രി ഒന്നും അഴിച്ചൊന്നും കേട്ടണ്ടല്ലോ, നമുക്ക് അവിടെ തന്നെ കെട്ടിയാൽ മതി. പിന്നെ വൈകുന്നേരം കുറച്ച് തീറ്റ കൊണ്ടു കൊടുക്കണം. അതൊക്കെ അവർ ചെയ്തോളൂ കേട്ടോ, പിള്ളേർ തന്നെ ചെയ്തോളൂ. ഞാൻ തൊട്ടിട്ട് പോലുമില്ല, അതിനെനിക്ക് ഭയങ്കര പേടിയാണ് ഈ പോത്തിനെ. ഇതാണ് പർപ്പിളപ്പുല്ല്. പരിചയമില്ലാതെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊമ്പ് പുലിക്ക് വന്ന് 1-2 പ്രാവശ്യമൊക്കെ പിന്നെ ചെന്നിട്ടില്ല. ഈ പർപ്പിട പുല്ല് നമ്മൾ നോക്കി നടന്ന് പറിക്കണം കേട്ടോ. ഇതിനെ പോലെ തന്നെ വേറൊരു സൈസ് ഉണ്ട്, അത് ശ്രദ്ധിച്ച് എടുത്താൽ മതി. ഇത് പിള്ളേർക്ക് ഒരു 6 മാസം ആകുമ്പോൾ തുടങ്ങി എൻ്റെ അമ്മ ഈ പിള്ളേർക്കൊക്കെ ചെയ്തിരുന്നത് ഈ എണ്ണയാണ് കാച്ചി പറ്റിയിരുന്നത്. ഈ പർപ്പിടകപ്പുല്ലും പച്ചമഞ്ഞളും വേണ്ട ഈ വേണ്ട ഇതൊക്കെ മുറ്റത്ത് നിന്നിരുന്നേട്ടാ. പർപ്പിടകപ്പുല്ലും പച്ചമഞ്ഞളും തേങ്ങാപ്പാൽ 3-4 തേങ്ങ എടുക്കുക, അതിൻ്റെ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ഒരു 1/2 കിലോ വെളിച്ചെണ്ണ ചേർക്കാം. ഇത് തലേ ദിവസം വൈകുന്നേരം പറിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കൊണ്ട് എടുത്തത് വെള്ളത്തിൽ നനച്ച് വെച്ച് കഴുകിയിട്ട് പച്ചമഞ്ഞൾ തന്നെ ആദ്യം തന്നെ ചതച്ച് ഇത് അതിൻ്റെ മീതെ ഇതിട്ട് ചതച്ചെടുത്താൽ മതി. ഇതെല്ലാവർക്കും പരട്ടാട്ടാ, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. ഇത് 3 തേങ്ങയുടെ പാല് പിഴിഞ്ഞ് ഇതും കൂടി എല്ലാം കൂടി കലക്കി ആണ്ട ഞാൻ ഇത് തിളപ്പിച്ചിരുന്നത്. തേങ്ങ പിഴിഞ്ഞൊഴിക്കണത് റെക്കോർഡായില്ല. ഇത് പറമ്പിൽ തന്നെ ഇട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. മരുന്നുകളെല്ലാവരും പറമ്പിൽ കാറ്റൊക്കെ കൊണ്ടിരിക്കാമല്ലോ. അതിൻ്റെ അടിയിലാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. തീ അധികം ഒന്നും കത്തിക്കാനും പാടില്ല, അത് പെട്ടെന്ന് പറ്റിപ്പോയരുത്, അല്ലെങ്കിൽ ആ മരുന്നിൻ്റെ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും പെട്ടെന്ന്. അപ്പോൾ ചെറിയ തീയിൽ ഇതിട്ട് ഇളക്കി ഇതിൻ്റെ പദം മുഴുവനും മാറും. അത് മാറുമ്പോഴാണ് ഇത് ഇറക്കി വെക്കുക. ഈ പാകമാകുമ്പോഴേക്കും ചെറുതീയിലോട്ട് മാറ്റണം കേട്ടോ. ചെറുതീയിലിട്ട് ആ വെള്ളം അതിനെ വറ്റിച്ചെടുക്കണം. സുഖമായിട്ട് ഊഞ്ഞലൊക്കെ ആട്ടിക്കൊണ്ടിരിക്കണം ഇവിടെ. അത് പാകം ആയിട്ടുണ്ട്. അത് കൈ കൊണ്ടൊന്നും ഞെരിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞ് കിട്ടും. മൂക്കാനും പാടില്ല, ഇത് പാകം കുറയാനും പാടില്ല, കൂടാനും പാടില്ല, കറക്റ്റായിരിക്കണം അത്. ഉണങ്ങിയ പാത്രത്തിലേക്ക് അരിച്ചു കൊടുക്കണം. അരിച്ചൊഴിച്ച് ഒരു ചില്ലിൻ്റെ കുപ്പിയിലാണ് ഇത് ഒഴിച്ച് വെക്കാവൂ. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊന്നും ഒഴിക്കരുത്. എണ്ണ മരുന്നുകൾ ഇതൊന്നും പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുത്, എല്ലാം ചില്ലുക്കുപ്പിയിൽ വെക്കണം. എണ്ണ കാച്ചണത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളക്കുപ്പിയിലല്ല വെക്കാൻ പറയണത്, കളർ കുപ്പികളിലാണ് വെക്കേണ്ടതെന്നാണ് പറയണത്.
പ്ലാവല ഇങ്ങനെ ചുരുട്ടി കുത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങോട്ട് കോരിയെടുക്കാൻ പറ്റും നമുക്ക് എണ്ണ. നമ്മൾ ഒഴിക്കണം അത്രയും വെളിച്ചെണ്ണയൊന്നും കിട്ടൂല കേട്ടോ ഇതിനകത്തുനിന്ന്. ഇപ്പം 3 തേങ്ങയാണെന്ന് തോന്നുന്നു. 3 തേങ്ങയുടെ പാലും 1/2 കിലോ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം കിട്ടിയേക്കണ എണ്ണ ഇത്രേ ഉള്ളൂ. ഒരു 400 ഗ്രാം കണ്ട് കിട്ടിക്കാണും. ചൂടാറിയതിന് ശേഷം കുപ്പിയിലൊഴിച്ച് പിന്നെ ചെറിയൊരു കുഞ്ഞു കുപ്പിയിലേക്ക് പകർത്തിയെടുത്തിട്ട് നമുക്ക് പുരട്ടാം.